കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം കൊടുത്ത് നമ്മൾ ഇന്നത്തെ ദിവസമായിരിക്കുമ്പോൾ പലപ്പോഴും പല മക്കളും പറയാറുണ്ട്, എന്നും കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുഃഖങ്ങളും ജീവിതഭാരം മാത്രമാണ്. മക്കളെ, ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിൻ്റെ കഷ്ടത്തിൽ ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കും, നിൻ്റെ അവസ്ഥകളെ ഞാൻ മാറ്റും, നിനക്ക് മോചനം ഞാൻ നൽകും, നിനക്ക് ദീർഘായുസ് ഞാൻ നൽകും, നിൻ്റെ വേദനകൾ, നിൻ്റെ കണ്ണീര് ഞാൻ ഒപ്പിയെടുക്കും എന്ന് പറയുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഒരുപക്ഷെ ഈ ലോക ജീവിതയാത്രയിൽ മക്കളെ സൈന്യമില്ല നമ്മുടെ കൂടെ ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ കരബലമില്ലായിരിക്കാം, ആൾബലമില്ലായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ ശക്തമായിട്ടുള്ള ആ ഒരു ബലം, കരബലം നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ ബലം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ മക്കളെ, ഈ ലോകത്തിൽ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും ഒരിക്കലും നമ്മെ തകർക്കുവാനോ തളർത്തുവാനോ സാധിക്കില്ല. അതുകൊണ്ടാണ് ദൈവമക്കളെ, നീ കടന്നു പോകുന്ന വഴികളിൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്വർഗത്തിലെ ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അത് വിജയം നൽകുന്ന വീരയോദ്ധാവായിട്ടുള്ള ദൈവമായ കർത്താവാണ്. വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് മക്കളെ. യെശയ്യാ പ്രവാചക പുസ്തകം 40-ാം അധ്യായത്തിൽ 28, 29, 30, 31 തിരുവചനം നമ്മൾ വായിക്കുമ്പോഴും വചനം ഇപ്രകാരമാണ് പറയുന്നത്: തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നവനാണ്, ദുർബലന് അവിടുന്ന് ശക്തി പകരുന്നവനാണ്. യുവാക്കന്മാർ ശക്തിയേറ്റ് വീണു പോയേക്കാം, ചെറുപ്പക്കാർ തളർന്നു പോയേക്കാം, എങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ചു വരും. അവർ വീണാൽ തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയില്ല. മക്കളെ, കഴുകന്മാരെ പോലെ ചെറുകടിച്ച് ഉയരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിൻ്റെ ജീവിതഭാരം അത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നീ കൊടുക്കുമ്പോൾ, മനുഷ്യ കരങ്ങളിൽ ആശ്രയിക്കാനല്ല മക്കളെ ദൈവമായ കർത്താവ് നമ്മളോട് പറയുന്നത്. നിൻ്റെ പ്രത്യാശ നിൻ്റെ ദൈവത്തിൽ മാത്രമാണെങ്കിൽ നിന്നെ ഏത് സാഹചര്യത്തിൽ, നിൻ്റെ മക്കളുടെ മേഖല, നിൻ്റെ ജീവിതത്തിൻ്റെ മേഖല, നിൻ്റെ പ്രവർത്തന മേഖലകൾ, നീ കടന്നു പോകുന്ന മേഖലകളെല്ലാം ഉയർത്തുമെന്ന് പറഞ്ഞ ഒരു കർത്താവാണെങ്കിൽ മക്കളെ, ആ കർത്താവ്, ആ ദൈവത്തിൻ്റെ കരം കുറുകി പോയിട്ടില്ല. ആ ദൈവത്തിൻ്റെ കാതുകൾക്ക് ആദ്യം സംഭവിച്ചിട്ടില്ല. രക്ഷിക്കുന്ന കരത്തിൻ കീഴിലേക്ക്, കേൾക്കുന്ന കാതുകളിലേക്ക്, വിളിച്ചാൽ വിളി കേൾക്കുന്ന, പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്ന, യാചിച്ചാൽ മറുപടി ഉണ്ടെന്ന്, മുട്ടിയെ തുറക്കപ്പെടുമെന്ന് പറഞ്ഞ ഒരു കർത്താവാണെങ്കിൽ മക്കളെ, നമ്മൾ വിശ്വസിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. ആ അനുഗ്രഹത്തിൻ്റെ ദൈവമാണ്, സൗഖ്യത്തിൻ്റെ ദൈവമാണ്, നമ്മളെ മോചിപ്പിക്കുന്ന ദൈവമാണ്. കഷ്ടതയുടെ ദിനങ്ങളിൽ നമ്മോടൊപ്പം കടന്നു വന്ന് നമ്മളെ രക്ഷിക്കുന്നവനാണ്. ആ ദൈവം നമ്മളോട് പറയുകയാണ്, മകനെ, മകളെ, നീ സമുദ്രത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നീ നദിയിലൂടെയാണ് കടന്നു പോകുന്നത്, അതൊരിക്കലും നിന്നെ മുക്കിക്കളയുകയില്ല. നീ അഗ്നിയിലൂടെയാണ് കടക്കുന്നത്, ആ ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. മക്കളെ, കുടുംബ പ്രശ്നം, മക്കളുടെ പ്രശ്നം, അല്ലെങ്കിൽ ജീവിത പ്രശ്നങ്ങളും, അല്ലെങ്കിൽ ജോലി പ്രശ്നങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥ, കടബാധ്യത, ജീവിത പ്രയത്നങ്ങൾ, ഒന്നിനു പിറകെ ഒന്നായിട്ട് വേദനകളും നൊമ്പരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുഃഖ സാഹചര്യങ്ങളുമായിട്ട് നീ കടന്നു പോകുമ്പോൾ തമ്പുരാൻ നമ്മളോട് പറയുകയാണ്, ഏത് സാഹചര്യത്തിലും മരുഭൂമിയിൽ വിജനമായ ദേശത്ത് പാതിയൊരുക്കി നദിയൊരുക്കി നിന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, ജോർദാനെ വിഭജിച്ച് മനുഷ്യ മക്കളെ നയിച്ചവനാണെങ്കിൽ മക്കളെ, നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മളോട് പറയുകയാണ്, നീ വിശ്വസിക്കുക, നീ പ്രാർത്ഥിക്കുക. വിജയം നൽകുന്ന വീരയോദ്ധാവിനെ പോലെ ഏത് സാഹചര്യത്തിലും നിന്റെ രക്ഷയ്ക്ക് നിന്റെ കൂടെയുണ്ട്. മക്കളെ, മാറ്റമില്ലാത്തവനാണ്. അവിടുന്ന് പറയുന്നവ നിറവേറ്റുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മക്കളെ, ദൈവമായ കർത്താവ് നമ്മളോട് പറയുകയാണ്, 115-ാം സങ്കീർത്തനം, എനിക്ക് നിന്നെക്കുറിച്ചൊരു വിചാരമുണ്ട്, അത് നിന്നെ അനുഗ്രഹിക്കുക എന്നുള്ളത് മാത്രമാണ്. മക്കളെ, ഒരുപക്ഷെ ജീവിത പങ്കാളിക്ക് നമ്മളെക്കുറിച്ച് വിചാരമില്ലായിരിക്കാം, അല്ലെങ്കിൽ മക്കൾക്കോ, അല്ലെങ്കിൽ നമ്മുടെ ഉറ്റമെന്ന് വിചാരിക്കുന്ന നമ്മുടെ ചങ്ങാതികൾക്ക് പോലും നമ്മളെക്കുറിച്ച് വിചാരമില്ല. പക്ഷേ നമ്മളെ ഈ ലോകത്ത് സൃഷ്ടിച്ച് പരിപാലിച്ച് നമ്മളെ നയിക്കുന്ന ഒരുപക്ഷെ കഷ്ടങ്ങളായിരിക്കാം, നഷ്ടങ്ങളായിരിക്കാം, രോഗങ്ങളായിരിക്കാം, വേദനകളായിരിക്കും, പ്രശ്നങ്ങളായിരിക്കാം. ആ പ്രശ്നങ്ങളിലും നമ്മളോട് ദൈവമായ കർത്താവ് പറയുകയാണ്, എനിക്ക് നിന്നെക്കുറിച്ചൊരു വിചാരമുണ്ട്, അത് നിന്നെ അനുഗ്രഹിക്കുക എന്നുള്ളത് മാത്രമാണ്. മക്കളെ, നമുക്ക് സൈന്യബലം ഉണ്ടായിരിക്കാം, കരബലം ഉണ്ടായിരിക്കാം, ആൾബലം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പടബലം ഉണ്ടായിരിക്കാം. പക്ഷേ ദൈവമായ കർത്താവ് പറയുകയാണ്, പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല.
ഓട്ടക്കാരുടെ ശീഘ്രതയിൽ പ്രസാദിക്കുന്നില്ല, മറിച്ചും ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവകാരണത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന, ആ ദൈവത്തിൽ ഭയപ്പെടുകയും ചെയ്യുന്ന മക്കളിലാണ് ദൈവത്തിൻ്റെ കാരുണ്യം നിലനിൽക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ മക്കളെ മണ്ണോട് മണ്ണായി തീരേണ്ട ശരീരത്തെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി, ഈ ലോകം മുഴുവൻ വെട്ടിപ്പെടുക്കുവാൻ വേണ്ടി നമ്മളൊക്കെ ഓടുകയാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി. മക്കളെ, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലും പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ആഴമാർന്നുള്ള ആ ഒരു നങ്കൂരം ഇട്ടിരിക്കുന്നുണ്ടെങ്കിൽ മക്കളെ, ഈ തലമുറകളിൽ 1000 തലമുറകൾ വരെ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു സ്വർഗത്തിലെ ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ വിശ്വസിക്കണം. നിൻ്റെ കളപ്പുറകളിലും നിൻ്റെ പ്രയത്നങ്ങളിലും നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ കർത്താവാണെങ്കിൽ, നിൻ്റെ കഷ്ടതകളിലും നിൻ്റെ വയലുകളിലും നിനക്ക് ധാന്യം വിളയിക്കുവാൻ നിന്നെ അനുഗ്രഹിക്കുന്ന കർത്താവാണ്. മക്കളെ, നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ചരിത്രത്തിൻ്റെ പുസ്തകങ്ങളിൽ എഴുതിക്കുറിച്ച ദൈവത്തിൻ്റെ വചനം, ആ വചനം മക്കളെ ജീവനുള്ളതാണ്, ജീവദായകമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ കൂടെയുണ്ടെന്ന്.